റാഗിംഗ് ലഹരി കേസുകളിൽ പ്രതിസ്ഥാനത്ത് SFI ആണെന്ന് PK ബഷീർ. സംസ്ഥാനത്തെ എല്ലാ റാഗിംഗ് കേസുകളിലും ഒരു ഭാഗത്ത് SFI ഉള്ളപ്പോൾ എങ്ങനെയാണ് അത് പറയാതിരിക്കുകയെന്നും ബഷീർ. അതേസമയം SFIയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് KV സുമേഷ്. എല്ലാ റാഗിങ്ങിന്റെ തലപ്പത്തും മയക്കുമരുന്ന് SFI ആണ്. പിന്നെ പറയാക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെ പറയാക്കണത്? ഞാൻ കേട്ടെ സർ, റാഗിംഗ് കേസ് സർ, കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, റാഗിംഗ് ലഹരി വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ SFI മാത്രമെന്നുള്ള പരാമർശം പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനിടെ ഉണ്ടായത്. മറ്റു വിവരങ്ങൾ. റാഗിംഗ് ലഹരി കേസുകൾ അത് നിയമസഭയിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ ജൂനിയർ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ റാഗ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കണ്ടുവരുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന SFI ആണ് എന്നുള്ളതും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ PK ബഷീർ MLA ആണ് ഇത്തരത്തിൽ റാഗിംഗ് ലഹരി കേസുകളിൽ പ്രതിസ്ഥാനത്ത് SFI ആണെന്നും സംസ്ഥാനത്തെ എല്ലാ റാഗിംഗ് കേസുകളിലും ഒരു ഭാഗത്ത് SFI ഉള്ളപ്പോൾ എങ്ങനെയാണ് അത് പറയാതിരിക്കുക എന്നുള്ളതും PK ബഷീർ നിയമസഭയിൽ പറഞ്ഞത്. അതായത് ഏത് ഒരു റാഗിംഗ് കേസ് എടുക്കുമ്പോഴും അവിടെ SFI തന്നെയാണ് ഉള്ളത്. അതപ്പോൾ അത് നിയമസഭയിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഉടനെ KV സുമേഷ് MLA ഇടപെടുകയും SFIയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് പരിശോധിക്കാം എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ മറുപടി. അതിന് പിന്നാലെ PK ബഷീർ പറഞ്ഞു, നിങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്തോളൂ, കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറയുന്നത് നാട്ടുകാർ കേട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വളരെ പരിഹാസ രൂപേണയാണ് അദ്ദേഹം അത് നിയമസഭയിൽ അവതരിപ്പിച്ചത് തന്നെ. ഏതായാലും ഈ റാഗിങ്ങും അതും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗവും അത് വലിയ രീതിയിൽ തന്നെ നിയമസഭയിലടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ലഹരി അമിതമായി ഉപയോഗിക്കുന്നു, അതിൽ വഴി പലതരത്തിലുള്ള റാഗിംഗ്, അതും SFI എന്ന വിദ്യാർത്ഥി സംഘടന വ്യാപകമായി കോളേജുകളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ തുടർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിയമസഭയിൽ അത് സജീവ ചർച്ചയാകുന്നത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.